അവരുടെ വിഷമങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നു. ഹലോ എവരിവൺ, ദിസ് ഈസ് സുധീർ മേനോൻ, കോർപ്പറേറ്റ്. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ ഇൻസ്പിറേഷണൽ സ്റ്റോറി ബോക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്നല്ലേ പറയാറ്. സ്നേഹം, ഇഷ്ടം ഇവയെല്ലാം യഥാർത്ഥമാണ്. എല്ലാ ഇഷ്ടങ്ങളും സ്നേഹമാണ്. എല്ലാ സ്നേഹവും യഥാർത്ഥ സ്നേഹമാണ്. ഇങ്ങനെയുള്ള പലവിധ സംശയങ്ങളും നമുക്കുണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആളുകളോട് ഇഷ്ടമുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുമുണ്ട്. യഥാർത്ഥത്തിലുള്ള സ്നേഹം അല്ലെങ്കിൽ യഥാർത്ഥമായ ഇഷ്ടം എന്ത് എന്ന് കണ്ടുപിടിക്കാൻ, അത്രത്തോളം നമ്മളെ ഇഷ്ടപ്പെടുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ചില മാർഗങ്ങളുണ്ട്. നിങ്ങളെ ഒരാൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഉള്ള 5 മാർഗങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തേത്, നിങ്ങളെ ആരെങ്കിലും ലാഭേച്ഛ കൂടാതെ സഹായിക്കുന്നുവെങ്കിൽ അയാൾക്ക് നിങ്ങളോടുള്ള സ്നേഹം യഥാർത്ഥമാണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പണത്തിനെയോ സമയത്തിനെയോ മറ്റ് യാതൊന്നിനെയും വകവയ്ക്കാതെ നമ്മളെ സഹായിക്കുന്ന അവരുടെ മനസ്സിൽ നമുക്ക് ഒരു വലിയ സ്ഥാനം തന്നെ തന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ എന്ന് മനസ്സിലാക്കാം. ഇവരുടെ മനസ്സിൽ നമ്മൾ എന്താണോ ആവശ്യപ്പെട്ടത് അത് ഏത് വിധേനയും പൂർത്തീകരിച്ചു തരിക എന്നൊരു ഒറ്റ ചിന്തയെ ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തേത്, നമ്മളൊരു കല്യാണ ചടങ്ങിലോ ഒരു പൊതുപരിപാടിക്കോ പങ്കെടുക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ചില ആളുകൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുകയും കൂടുതൽ സമയം നമ്മളോട് സംസാരിക്കുകയും ചെയ്യും. പ്രത്യേകം ഒരു ടോപ്പിക്ക് ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ടോപ്പിക് ഉണ്ടാക്കി നമ്മളോട് കൂടുതൽ സംസാരിക്കാനുള്ള സമയം അവർ കണ്ടെത്തുന്നു. സംസാരത്തിനിടയിൽ അവർ ചിലപ്പോൾ നമ്മുടെ തോളത്ത് തട്ടുകയും കൈകളിൽ പിടിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് വഴി അവരുടെ നമ്മളോടുള്ള ഇൻറ്റിമസിയാണ് അവർ പ്രകടമാക്കുന്നത്. നമ്മുടെ സാന്നിധ്യം അവരിൽ ഒരുപാട് സന്തോഷവും ഒരു എനർജിയും കൊടുക്കുന്നുണ്ട്. നമ്മോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള താല്പര്യവും നമ്മുടെ അടുത്ത് ചേർന്ന് നിന്ന് സെൽഫി എടുക്കുന്നതും നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ സൗമ്യമായും സന്തോഷമായും കേട്ടിരിക്കുന്നതുമെല്ലാം കപടമില്ലാത്ത സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങളാണ്. മൂന്നാമതായി, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള ഒരു അനുഭവം ഞാൻ പറയാം. നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ നമ്മുടെ അമ്മമാർ നമ്മോട് ഇടയ്ക്കിടെ വിളിച്ച് ചോദിക്കും, ഇപ്പോൾ എവിടെയാണ്, വരാനായോ, എന്ത് കഴിച്ചു, ഉണ്ണാനെത്തുമോ എന്നിങ്ങനെയൊക്കെ. ഇത്തരം ചോദ്യങ്ങളും ഫോൺ വിളികളും പലപ്പോഴും നമ്മളിൽ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ട് അമ്മയ്ക്ക് എന്ത് വേണമെന്ന് നമ്മൾ പലപ്പോഴും പിറുപിറുക്കാറുമുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. നമ്മൾ ഓരോ നിമിഷവും എന്ത് ചെയ്യുന്നു എന്നറിയാനുള്ള ഒരു ആകാംക്ഷ നമ്മളെ സ്നേഹിക്കുന്ന ഏവർക്കും ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആർക്കും ഉണ്ടാകാം. ഇവർ നമ്മുടെ ഉയർച്ചയിൽ സന്തോഷിക്കുകയും നമ്മുടെ വീഴ്ചയിൽ നമ്മുടെ കൈ പിടിച്ചുയർത്താൻ ശ്രമിക്കുകയും ചെയ്യും. അതിന് പറ്റിയില്ലെങ്കിൽ നമ്മുടെ കൂടെ വന്ന് നമുക്ക് കുതിച്ചുയരാൻ വേണ്ട ഊർജം തരികയും ചെയ്യും. ഇതെല്ലാം ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങളാണ്. നാലാമതായി എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ അയാളുടെ സംസാര രീതിയിൽ നിന്നും പെരുമാറ്റങ്ങളിൽ നിന്നും ബോഡി ലാംഗ്വേജിൽ നിന്നും എല്ലാം തന്നെ നമ്മളോടുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളിനെ നിങ്ങളെ കാണുമ്പോൾ അവരുടെ കണ്ണുകൾക്ക് നല്ല തിളക്കമുണ്ടാകും.
അവരുടെ മുഖത്തെ എന്തിനെന്നില്ലാത്ത ഒരു ചിരിയുണ്ടാകും. അവർ നമ്മുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ ശ്രമിക്കും. നമ്മളോട് കൂടുതൽ ഇടപഴകാനും സംസാരിക്കാനും ഒക്കെ ശ്രമിക്കും. ഇതെല്ലാം അവർക്ക് നമ്മളോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ അടയാളമാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ അവരുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യാൻ താല്പര്യം കണ്ടെത്തും. നമ്മുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരു മനസ്സ് അവർക്കുണ്ടാകും. നമ്മളോട് സംസാരിക്കുന്നതും നമ്മുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതും അവർക്ക് മാനസികമായി ഒരു സന്തോഷം നൽകുന്നുണ്ടാകും. അതിനർത്ഥം അവരുടെ മനസ്സിൽ നമുക്കൊരു പ്രത്യേക സ്ഥാനം ഉണ്ടെന്ന് തന്നെയാണ്. അഞ്ചാമതായി, നിങ്ങളെ സ്നേഹിക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഫോൺ വിളിക്കുന്നതും ഫാമിലിയായി വിശേഷ ദിവസങ്ങളിലും അല്ലാതെയും നമ്മുടെ വീട്ടിൽ വരുന്നതും ഒരു അതിഥിക്കപ്പുറം ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ പെരുമാറുന്നതും ഗിഫ്റ്റ് തരുന്നതും ഒക്കെയും സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ്. അവരുടെ വിഷമങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നു. ഇതെല്ലാം ഒരു നല്ല സ്നേഹത്തിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പല പ്രധാന തീരുമാനങ്ങളിലും അവർ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായും അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലരാകട്ടെ എന്നുമുള്ള വിളികളും പറച്ചിലും ഉണ്ടാകില്ല. പക്ഷേ അവർ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകും. അവർ ആവശ്യഘട്ടങ്ങളിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യും. ഇതിന് കാരണം അവർക്ക് നിങ്ങളോടുള്ള പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരിഷ്ടം ഉള്ളതുകൊണ്ട് തന്നെയാണ്. നമ്മളെ അഗാധമായി സ്നേഹിക്കുന്ന മറ്റു ചിലരാകട്ടെ നമ്മളെപ്പോലെ തന്നെ ആകാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ മാനറിസങ്ങൾ എന്നിവ അതേപടി അംഗീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിന് പ്രധാന കാരണം നമ്മൾ മുഴുവനായും അയാളുടെ ഉള്ളിൽ ഉണ്ട് എന്നതാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും പറ്റുന്നവർ ഭാഗ്യവാന്മാരാണ്. മേൽപ്പറഞ്ഞ ഏതെങ്കിലുമൊക്കെ സ്വഭാവങ്ങളുള്ള സ്നേഹിതനോ സ്നേഹിതയോ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ യു ആർ എ ലക്കി പേഴ്സൺ. ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.